ഡിയർ സ്റ്റുഡൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്ററിലെ അടുത്ത ടോപ്പിക്കാണ് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബൗണ്ട് ചാർജസ്. ഈ ഇമേജസ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, ബിഫോർ പോളറൈസേഷനിൽ ഡൈപോൾസ് എങ്ങനെയാണ് അലൈൻ ചെയ്തിട്ടുള്ളത്, ആഫ്റ്റർ പോളറൈസേഷനിൽ എങ്ങനെയാണ് അലൈൻ ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമായി ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ബൗണ്ട് ചാർജസിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ബൗണ്ട് ചാർജസ് ആർ ദ ചാർജസ് അക്യുമുലേറ്റഡ് ഡ്യൂ ടു പോളറൈസേഷൻ. പോളറൈസേഷൻ കാരണം അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ചാർജസിനെ നമ്മൾ എന്ത് പറയുന്നു? ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റീസ് ആർ ഗിവൺ ബൈ. ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റിൽ നമ്മൾ ചാർജ് ഡെൻസിറ്റീസ് അല്ലെങ്കിൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റീസിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ ടു വെക്ടർ പി ഡോട്ട് എൻ ക്യാപ്, അതേപോലെ തന്നെ റോ ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിങ്ങനെ ബൗണ്ട് ചാർജസ് അടുത്ത് വരുന്ന സമയത്ത് ഈ അടുത്തുള്ള ഹെഡും ടെയിലും തമ്മിൽ ക്യാൻസലായി പോയിട്ട് നമ്മളെ എൻഡിലുള്ള ചാർജസ് അൺബാലൻസ് ആയിട്ട് ഇരിക്കുക ചെയ്യുക ഫോർ എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ്. അതുകൊണ്ട് നമ്മൾ സർഫസ് ചാർജ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. വോളിയം ബൗണ്ട് ചാർജ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നോൺ യൂണിഫോം പോളറൈസേഷൻ നടന്ന ഒബ്ജക്റ്റ് ആയിരിക്കെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? വോളിയം ബൗണ്ട് ചാർജസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും? സർഫസ് ബൗണ്ട് ചാർജസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ, പ്രൂവ് ദാറ്റ് സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു വെക്ടർ പി ഡോട്ട് എൻ ക്യാപ് ഫോർ എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ്. ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റിന്റെ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലേ? അത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു പോളറൈസ്ഡ് സിലിണ്ടർ കൺസിഡർ ചെയ്യുക. ഇതാണ് അതിൻ്റെ ആക്സിസ്. ഇവിടെ നിങ്ങൾക്ക് അക്യുമുലേറ്റഡ് ബൗണ്ട് ചാർജസ് കാണാം. ഇവിടെ ഹെഡും ടെയിലും ക്യാൻസലായി പോവും. അങ്ങനെ എൻ ചാർജസ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുക. രണ്ട് ഫേസസ് ആണ്. ഈ സിലിണ്ടറിന്റെ ലെങ്ത് ആണ് എസ് എന്ന് പറയുന്നത്. പിന്നെ ക്രോസ് സെക്ഷൻ എ ആണ്. ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണ്. ഓക്കെ, ഈ പി എന്ന് പറയുന്നത് പോളറൈസേഷൻ ആക്സിസ്. Assume that uniform polarization is along the axis of the polarized cylinder. As per definition, polarization is the induced dipole moment per unit volume. Definition പ്രകാരം polarization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ induced dipole moment per unit volume ആണ്. ഓക്കെ, അപ്പോൾ polarization P is equal to dipole moment divided by volume നമുക്ക് എഴുതാം. So dipole moment is equal to polarization into volume. ഈ വോളിയത്തിനെ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ഓഫ് സിലിണ്ടർ എന്ന് മാറ്റി എഴുതാം. എ ഇസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സിലിണ്ടർ ആൻഡ് എസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ. ഇത് അവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. സോ ഡൈപോൾ മൊമെന്റ് പി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? പോളറൈസേഷൻ ഇൻറ്റു എ ഇൻറ്റു എസ്, വേർ എ ഇസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് എസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ in terms of opposite charges at the ends of the dipole moment P is given as, അതായത് എൻഡ് ഓഫ് ദ ഡൈപോൾസിൽ എന്താണ്? ഓപ്പോസിറ്റ് ചാർജസ് ആണുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് P is equal to Q into S എന്ന് നമുക്ക് എഴുതാം. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഈ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആണല്ലോ. അതിന് നമുക്ക് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് എഴുതാം. സോ P ഈസ് ഈക്വൽ ടു സിഗ്മ എ എസ് എന്ന് നമുക്ക് എഴുതാം. വെർ സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദ face of the polarized cylinder. On comparing equation 1 and 3, equation 1 നോക്കൂ, P is equal to, that means dipole moment P is equal to P into A into S. അതേപോലെ ഇവിടെ equation 3ൽ എന്താണ്? dipole moment P is equal to sigma into AS. അപ്പോൾ ഈ P യും P നമുക്ക് ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്യാം. PAS equal to sigma AS. സോ നമുക്ക് എന്ത് പറയാം? P polarization P is equal to sigma. That means polarization is equal to charge density എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ആ ഇക്വേഷൻ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദാറ്റ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് പോളറൈസേഷൻ വെൻ ദ സർഫേസ് ഈസ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് പോളറൈസേഷൻ. സർഫേസ് പോളറൈസേഷന് നോർമൽ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി പോളറൈസേഷന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഇക്വേഷൻ നമ്മൾ
ഈ ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ദ എമൗണ്ട് ഓഫ് പോളറൈസേഷൻ നോർമൽ ടു ദ സർഫേസ്. അതായത് പോളറൈസേഷൻ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി സിഗ്മയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രം ദ ഫിഗർ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ഫിഗറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ പോളറൈസ്ഡ് സിലിണ്ടർ ഈസ് ഹാവിങ് one of the end faces inclined at an angle theta with the direction of polarization. അതായത് ഡയറക്ഷൻ ഓഫ് പോളറൈസേഷനിൽ തീറ്റ ആംഗിളിലാണ് നമ്മൾ പി കോസ് തീറ്റ വരച്ചിട്ടുള്ളത് ആ ഇമേജിൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ ദ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റി എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സിഗ്മ ഈക്വൽ ടു എമൗണ്ട് ഓഫ് പോളറൈസേഷൻ നോർമൽ ടു ദ ഫേസ് എന്ന് എഴുതാം. സിഗ്മ ഈക്വൽ ടു പി കോസ് തീറ്റ എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ പി കോസ് തീറ്റനെ മാറ്റിയിട്ട് നമുക്ക് പി ഡോട്ട് എൻ ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ്പ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ എന്താണ്? പ്രൂവ് ദാറ്റ് വോളിയം ഡെൻസിറ്റി റോ ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. ഇവിടെ പി എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ ആണ്. ഫോർ നോൺ യൂണിഫോംലി പോളറൈസ്ഡ് ഒബ്ജക്റ്റ്, ഒരു നോൺ യൂണിഫോംലി പോളറൈസ്ഡ് ഒബ്ജക്റ്റിന്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് ഡെൽ ഡോട്ട് പിക്ക് ഈക്വൽ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണ് ഒരു നോൺ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാകുമ്പം അവിടെ എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജസിനെ പുഷ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, നെഗറ്റീവ് ചാർജസ് ഒക്കെ ഇവിടെ ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അസ്യൂം ദാറ്റ് during polarization, positive charges are pushed out to the surface of the polarized object while negative charges get accumulated within its volume. നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? പോളറൈസേഷൻ നടക്കുന്ന സമയത്ത് പോസിറ്റീവ് ചാർജസിനെ പുറത്തേക്ക് പുഷ് ഔട്ട് ചെയ്യുകയും നെഗറ്റീവ് ചാർജ് ഇതിൻ്റെ ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. It is clear that bound charges within the volume is equal and opposite to the bound charges pushed to the surface. അതായത് പുറത്തേക്ക് പുഷ് ചെയ്തിട്ടുള്ള ബൗണ്ട് ചാർജ് ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ട് ചാർജിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബൗണ്ട് ചാർജസ് വിത്തിൻ ദ വോളിയം ഈസ് ഗിവൺ ബൈ, ഈ വോളിയത്തിന്റെ ഉള്ളിലുള്ള ബൗണ്ട് ചാർജസിനെ ക്യൂ വോളിയം ഈസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ റോ ഡീറ്റോ എന്ന് എഴുതാം. where rho is the volume density, volume charge density. Bound charges on the surface, ഈ സർഫേസിലെ ബൗണ്ട് ചാർജസ് നമുക്ക് എങ്ങനെ എഴുതാം? Q surface is equal to surface integral sigma dA എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു സിഗ്മ ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ്പ് അല്ലേ. സിഗ്മ ഡി എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? പി ഡോട്ട് എൻ ക്യാപ്പ് ഇൻറ്റു ഡി എ എന്ന് എഴുതാം. പി ഡോട്ട് എൻ ക്യാപ്പ് ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ പി ഡോട്ട് വെക്ടർ ഡി എ എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, where vector dA is the area vector of the elemental area of the surface. Substituting equation 3 into, അതായത് ഈ ഇക്വേഷൻ സിഗ്മ ഡി എക്ക് നമ്മൾ പി ഡോട്ട് ഡി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എവിടെ? ഈ ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ ക്യൂ സർഫസ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ പി ഡോട്ട് ഡി എ എഴുതണം. സിഗ്മ ഡോട്ട് ഡി എക്ക് പകരം പി ഡോട്ട് ഡി എ നമ്മൾ എഴുതുന്നു. പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വോളിയത്തിൽ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത ചാർജ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ചാർജ് ഓഫ് സർഫസ് ആയിരിക്കുമെന്ന് അല്ലേ. അപ്പോൾ ക്യൂ വോളിയം ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ സർഫേസ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ വോളിയം ഇൻറ്റഗ്രൽ റോ ഡി ടോ ഈസ് ഈക്വൽ ടു മൈനസ് സർഫസ് ഇൻറ്റഗ്രൽ പി ഡോട്ട് ഡി എ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വോളിയം ഇൻറ്റഗ്രൽ പി ഡി ടോ ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ വോളിയം ഇൻറ്റഗ്രലിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? മൈനസ് വോളിയം ഇൻറ്റഗ്രൽ ഡെൽ ഡോട്ട് പി ഡി ടോ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ റോ ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് പി മൈനസ് ഡെൽ ഡോട്ട് പി എന്ന് നമുക്ക് പറയാം. സോ ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്, ബൗണ്ട് ചാർജസിൽ പറയാനുള്ളത്. ബൗണ്ട് ചാർജസിലെ 2 എക്സാമ്പിളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ.